ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള CPM സ്ഥാനാർത്ഥികളുടെ ചിത്രം വ്യക്തമായി. പൊന്നാനിയിൽ പൊതു സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ ലീഗ് നേതാവ് KS ഹംസയാണ് CPM പട്ടികയിലെ അപ്രതീക്ഷിത സാന്നിധ്യം. എറണാകുളത്ത് അധ്യാപക സംഘടനാ നേതാവ് KJ ഷൈനാണ് സ്ഥാനാർത്ഥി. മലപ്പുറത്ത് DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫും മത്സരിക്കും. ശ്രീജിത്ത് നൽകും വിവരങ്ങൾ. ശ്രീജിത്ത്, ഏറ്റവും ശ്രദ്ധേയമാകുന്നത് പൊന്നാനിയിലെ സ്ഥാനാർത്ഥിത്വം തന്നെയാണ്. പൊതു സ്വതന്ത്രനായി മുൻ ലീഗ് നേതാവ് KS ഹംസ എത്തുന്നു. എങ്ങനെയാണ് CPM ഇത്തവണ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത്? കരുത്തരെ ഇറക്കുന്നു. മുൻ മന്ത്രിമാരുണ്ട്, മന്ത്രി K രാധാകൃഷ്ണനുണ്ട്. അങ്ങനെ പരിചയസമ്പന്നതയ്ക്കൊപ്പം യുവാക്കളെയും സ്ത്രീകളെയും അണിനിരത്തുന്നു CPM സ്ഥാനാർത്ഥി പട്ടിക. വിനിത, ഒരു മന്ത്രി, ഒരു പോളിറ്റ് ബ്യൂറോ അംഗം, 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, 3 ജില്ലാ സെക്രട്ടറിമാർ, 3 MLA മാർ, ഒരു യുവജന നേതാവ്, ഒരു പൊതുസ്വതന്ത്രൻ, 2 വനിതകൾ എന്നിവരടങ്ങുന്നതാണ് CPMന്റെ സ്ഥാനാർത്ഥി പട്ടിക. ഇത്തരത്തിൽ സന്തുലിതമാണെന്ന് പറയാവുന്ന ഒരു പട്ടികയ്ക്കാണ് CPM സംസ്ഥാന കമ്മിറ്റി ഇന്ന് രൂപം നൽകിയിരിക്കുന്നത്. കാസർഗോഡ് മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ മാസ്റ്റർ മത്സരിക്കും. കണ്ണൂർ മണ്ഡലത്തിൽ ജില്ലാ സെക്രട്ടറിയായി MV ജയരാജൻ മത്സരിക്കും. വടകരയിൽ CPMന്റെ ജനകീയ വനിതാ മുഖം KK ശൈലജയാണ് സ്ഥാനാർത്ഥി. കോഴിക്കോട്ട് ട്രേഡ് യൂണിയൻ നേതാവും കേന്ദ്ര കമ്മിറ്റി രാജ്യസഭയിലെ CPM കക്ഷി നേതാവുമായ എളമനം കരീമാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. പാലക്കാട് സീറ്റിൽ പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ മത്സരിക്കും. മലപ്പുറം മണ്ഡലത്തിൽ DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് V വസീഫാണ് സ്ഥാനാർത്ഥിയായി വരുന്നത്. പൊന്നാനിയിലാണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു കടന്നുവരവുണ്ടായിരിക്കുന്നത്. ലീഗ് വിട്ട് പുറത്തു വന്നിരിക്കുന്ന KS ഹംസയാണ് പൊന്നാനിയിലെ CPM സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നത്. 2009-ലും 2014-ലും 2019-ലും രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വേദിയായ പൊന്നാനി ഒരിക്കൽ കൂടി CPMന്റെ പരീക്ഷണത്തിന് വേദിയാകുന്നു. അതും ലീഗ് സംസ്ഥാന നേതാവായ KS ഹംസയിലൂടെ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. സംസ്ഥാന നേതാവ് കൂടിയായ ഹംസയ്ക്ക് ലീഗിലെ സംസ്ഥയിലെ ലീഗ് വിരുദ്ധരുടെ വോട്ട് കൂടി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കുന്നത്. മലപ്പുറത്ത് V വസീഫാണ് സ്ഥാനാർത്ഥി. ചാലക്കുടിയിൽ മുൻമന്ത്രി C രവീന്ദ്രനാഥ് മത്സരിക്കും. എറണാകുളത്ത് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി വനിതാ അധ്യാപക നേതാവ് KJ ഷൈൻ വന്നിരിക്കുന്നു. പറവൂരിലെ ലോക്കൽ കമ്മിറ്റി അംഗമാണ്. KSTയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് KJ ഷൈൻ. വനിതാ ലത്തീൻ സമുദായ അംഗം എന്നീ പരിഗണനകളാണ് ഷൈനെ അവിടെ സ്ഥാനാർത്ഥിയാക്കാനുള്ള കാരണമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇടുക്കിയിൽ ജോയ്സ് ജോർജ് വീണ്ടും CPM സ്ഥാനാർത്ഥിയാകും. ഇവിടെ ആലപ്പുഴയിൽ സിറ്റിംഗ് MP AM ആരിഫ് വീണ്ടും സീറ്റ് നൽകിയിട്ടുണ്ട്. കൊല്ലത്ത് M മുകേഷും, ആറ്റിങ്ങലിൽ V ജോയിയും, പത്തനംതിട്ടയിൽ ഡോക്ടർ TM തോമസ് മത്സരിക്കുന്നത്. അങ്ങനെ സന്തുലിതമായ ഒരു പട്ടികയ്ക്കാണ് CPM രൂപം നൽകിയിരിക്കുന്നത്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. CPMന്റെ അന്തിമ സ്ഥാനാർത്ഥി പട്ടികയായിരിക്കുന്നു.